രാത്രിയാത്രാ നിരോധനം ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതിയുടെ സാധ്യതാ പഠനത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. നാറ്റ്പാക്കിനാണ് ചുമതല. വയനാട് മൈസൂർ പാതയിലെ നിബിഡവനമായ 15 കിലോമീറ്റർ അടക്കം 18 കിലോമീറ്റർ ദൂരം സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് മേൽപ്പാലത്തിനുള്ള സാധ്യതാ പഠനത്തിനാണ് അനുമതി നൽകിയത്. നിലവിലെ റോഡിന് മുകളിൽ 6 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥാപിക്കുക. റോഡിന്റെ അതേ വീതിയിൽ പണിയുന്ന പാലത്തിന് 150 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് സ്വദേശി സലീം എഞ്ചിനീയറാണ് പദ്ധതിക്ക് പിന്നിൽ. ഒരു എക്വിസിഷൻ ഇല്ലാതെ 1 ഇഞ്ച് ഭൂമി പുതുതായിട്ട് എക്വയർ ചെയ്യാണ്ട് ഒരു മരം പോലും പുതുതായിട്ട് മുറിക്കാതെ ഉണ്ടാക്കാൻ പറ്റാവുന്ന നിർമ്മാണത്തെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ 40 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വാഹനം ഓടിക്കാൻ പാടില്ല. രണ്ടാമതായി സജഷൻ ചെയ്തിട്ടുള്ളത് നൽകിയിട്ടുള്ള സജഷൻ ഡിം ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ട് വാഹനം പോകാവൂ. ഈ ബ്രിഡ്ജിന്റെ മേലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ സംവിധാനം ഉണ്ടാകാൻ പാടില്ല. വെറും റിഫ്ലക്ടേഴ്സ് മാത്രമേ ഉണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴുള്ള പരിസര മലിനീകരണം ഇല്ലാതാക്കാനാണ് എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്നത്. തൂണിന് ചുറ്റും വള്ളിച്ചെടികൾ വെച്ചുപിടിപ്പിച്ചാൽ കാടിന്റെ പ്രതീതി ജനിപ്പിക്കാനാകുമെന്നും ഇവർ പറയുന്നു. ഇതിനു പുറമെ ടൂറിസം സാധ്യതയ്ക്കായി പാലത്തിൽ ഓരോ 5 കിലോമീറ്ററിലും ബാൽക്കണി സ്ഥാപിക്കും. BOT അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനായി വിവിധ കമ്പനികൾ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇത് യാത്രക്കാർക്ക് അധിക ബാധ്യതയാകും. ബസ്, ലോറി എന്നിവയ്ക്ക് 250 രൂപയും കാറുകൾക്ക് 100 രൂപയും ടോൾ ഈടാക്കിയാകും കടന്നുപോകാനാവുക. മീഡിയ 1 കോഴിക്കോട്.